വീണ്ടും സ്വാഗതം. എനിക്കൊപ്പം എസ് വിജയകുമാർ, അതുപോലെ കൃഷ്ണ ചെറിയൻ. നമ്മളിപ്പോൾ ഉള്ളത് പുതുപ്പള്ളി പള്ളിയിൽ തന്നെയാണ്. VPS ലേക്ക് ഷോർ പ്രസൻസ് SKN40 തുടരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കോട്ടയം ടൗണിൽ വെച്ചിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഫ്ലാഗ് ഓഫ് ചെയ്ത ഒരു സൈക്ലിംഗ് ഗ്രൂപ്പാണിത്. അവരെ വിടാതെ നമ്മളെ പിടികൂടി ഇപ്പോൾ പുതുപ്പള്ളി പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങള് കോട്ടയം സൈക്കിൾ ക്ലബ് അംഗങ്ങളാണ്. 100-ലധികം അംഗങ്ങളുണ്ട്. പല പ്രൊഫഷണൽ പെട്ട ആളുകളുണ്ട്. ആളുകളെ എൻഗേജ് ആക്കുവാനും സൈക്ലിംഗിലൂടെ ആരോഗ്യപരമായ ജീവിതം നയിക്കുവാനും പ്രേരിപ്പിക്കാൻ ഞങ്ങൾ ലക്ഷ്യം. ഒപ്പം ലഹരി വിരുദ്ധ സന്ദേശമാണ് ഞങ്ങൾ പ്രചരിപ്പിക്കുന്നത്. SKN40 ഒരു പ്രോഗ്രാം ഞങ്ങൾക്ക് സന്തോഷകരമാണ്. അതുകൊണ്ട് ഇതിന് എല്ലാവിധമായ ആശംസകളും അഭിവാദ്യങ്ങളും. അപ്പൊ പിന്നെ വണ്ടി പോട്ടെ. വളരെ സന്തോഷം. താങ്ക് യു. നിങ്ങളുടെയൊക്കെ ഒരു ആത്മാർത്ഥത നമ്മൾ കാണുന്നു. അപ്പൊ ഒരുപക്ഷെ നമ്മളെല്ലാവരും ഒന്നിച്ച്, ഞാൻ പറഞ്ഞ അലറി അടിക്കുന്ന ആവേശമായിട്ട് ഒരേ സ്വരത്തിൽ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ വണ്ടി കാസർഗോഡ് എത്തുമ്പോൾ, അപ്പോൾ ഈ വണ്ടിയുമായിട്ട് നിങ്ങൾ പിന്നാലെ ഉണ്ടെങ്കിൽ എല്ലാ ജനങ്ങളും ഒരേ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവസാനത്തെ MDMA-കാരന് നാട് വിട്ടുപോകും. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ പ്രൊഫസർ മാമച്ചൻ ഒരു ചോദ്യം ചോദിച്ചു. അതായത് ഈ മദ്യത്തോട് നമുക്ക് മദ്യത്തോട് ഒരു അനുകൂല സമീപനമില്ല. പക്ഷേ മദ്യവും MDMA എല്ലാം കൂടെ താരതമ്യപ്പെടുത്തി നമ്മളിപ്പോൾ ഇതെല്ലാം നടപ്പിലാക്കി വെച്ചാൽ നമ്മൾ വിശ്രമിക്കുമെന്ന് പറഞ്ഞാൽ പ്രശ്നം. ആദ്യം നമ്മൾ MDMA, അത് കഴിഞ്ഞ് മദ്യത്തിന്റെ അളവ് കുറച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പൊ എന്നാ കുടിയാ, എന്നതാടേ ഈ കുടി? കുടുംബത്തോടെ കുടിയല്ലേ? ബാങ്കിലായിരുന്നോണ്ട് അറിയാ പോയതാ. അല്ല, കോട്ടയത്ത് കുടിക്കാത്ത രണ്ടുപേരെയുള്ളതെന്നാ പറയുക. ഒന്ന് പി ടി ചാക്കോയുടെ പ്രതിമയും ഒന്ന് ഗാന്ധി പ്രതിമയും. അങ്ങനെ പറയുന്നത് കോട്ടയംകാരെ പറ്റിയുള്ള ഒരു പരാമർശം. അല്ല, അത് അല്പം കുടിച്ചോണ്ട് കുഴപ്പമില്ല. കുടുംബം തൊലയ്ക്കുന്ന കുടി വേണ്ട എന്നുള്ളതാ. ഞങ്ങൾ മദ്യത്തിന് നമ്മൾ അനുകൂലമല്ല. ഓക്കെ, അപ്പൊ അതുപോലെ വിജയകുമാരും കോട്ടയംകാരനാണ്. ഞാൻ കോട്ടയംകാരനാണ്. എവിടെ കോട്ടയത്ത് വിജയകുമാർ ഡിറ്റോ ഉണ്ട്. ദിവസം നടക്കുന്ന ആളാണ്. അവന്മാർ പലയിടത്തും എനിക്ക് ഭീഷണിയാവുന്നു കേട്ടോ. എന്തെങ്കിലും വ്യാകരണപ്പിഴവ് അതിൽ കാണുന്നു അങ്ങോട്ട്? പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇത് എന്തൊക്കെയാ എനിക്ക് പലയിടത്തും വിജയ സൂക്ഷിക്കണേ. ഞാനും കോട്ടയത്ത് വെച്ച് ഒരു ദിവസം കണ്ടായിരുന്നു. ചുമ്മാ തള്ളിയേക്കോ ആരെങ്കിലും എന്തായാലും പറയാം. ഇരിക്കട്ടെ. കാര്യം അങ്ങനെ ബാങ്കിലാ കണക്കനാ. അപ്പൊ ഇങ്ങനെ ഒരു കണക്ക് പറയുമ്പോൾ ഒരാൾ കണക്ക് പറയുമ്പോൾ നമ്മളെ കണക്കൂട്ടർ തെറ്റിക്കണ്ടോ? അദ്ദേഹത്തിന്റെ ഈ ഉദ്യമം യഥാർത്ഥത്തില് സൂപ്പറാ. ഈ കുറച്ച് സമയമൊക്കെ വെറുതെ കിട്ടി ആളുകളെ പാഴാക്കുന്ന സമയത്ത് മാത്രമല്ല വെറും ഒരു 64 വയസ്സുള്ള ചെറുപ്പക്കാരൻ. 64 വയസ്സ്. അതെ, 65 എന്നെക്കാളും കുറവല്ല. അപ്പൊ വണ്ടി പോട്ടെ. എല്ലാ ആശംസകളും നിങ്ങൾക്ക് എല്ലാവർക്കും. താങ്ക് യു. ഓക്കെ. അപ്പൊ കാസർഗോഡ് വരെ വരണം. നിങ്ങൾ എല്ലാ ജില്ലയിലും ഒരു സൈക്കിൾ ക്ലബ്ബ് അങ്ങ് തുടങ്ങുക, എന്നിട്ട് അതിനെ കോർഡിനേറ്റ് ചെയ്യുക. എല്ലായിടത്തും എല്ലാ ജില്ലകളിലെ ആളുകളെ ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് നിങ്ങളെ ഒരു സ്റ്റേറ്റ് വൈഡ് മൂവ്മെന്റ് ആക്കുക. തീർച്ചയായിട്ടും റിക്വസ്റ്റ് ഉണ്ട്, ഉരുട്ടാതെ കയറി പോകും. അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും നിങ്ങൾ ഷോ കാണിക്കാൻ വന്നു. ഞങ്ങൾ സൈക്കിൾ തന്നാൽ SKN കയറുമെന്നുള്ളതാണ്. ഇതൊക്കെ പ്രൊഫഷണൽ ആണ്. SKN ഇവരുടെ സൈക്കിളും പ്രൊഫഷണൽ ആണ്, ഇവരും പ്രൊഫഷണൽ ആണ്. എല്ലാ ആശംസകളും. ഫ്ലാഗ് ഡോ. ഓക്കെ, കേട്ടാ വിട്ടേരെ, വണ്ടി വിട്ടോ. ഓക്കെ, നമ്മള് അവർക്കൊരു ആവേശം കുറയ്ക്കണ്ടെന്ന് ചോദിച്ചാൽ